ഹായ് ഹലോ ഇറ്റ്സ് ഐബടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കുടുംബമായിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് ശാർക്ക ദേവീക്ഷേത്രത്തിലാണ്. ഇന്ന് നമ്മുടെ വണ്ടിയുടെ വാഹന പൂജയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാഹന പൂജ ചെയ്യാൻ കൊണ്ടുപോയത് എൻ്റെ നാടാണ്. എൻ്റെ നാട്ടിൽ കടയ്ക്കാവൂരാണ്. കടയ്ക്കാവൂർ ആയഞ്ചോള ദേവീക്ഷേത്രത്തിലാണ് വാഹന പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആയഞ്ചോള ദേവീക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു വാഹനം. നമ്പർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നാമക്കലിൽ നിന്ന് ഈ വണ്ടി ബോഡി കെട്ടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. നമ്പർ കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ടാണ് പൂജയൊന്നും ചെയ്യാതെ ഇട്ടുന്നത്. എന്നാലും നമ്പർ കിട്ടി. വണ്ടിയുടെ നമ്പർ KL 16AE 1749 ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. നമ്മളെല്ലാം കൂടെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അയഞ്ചോള ദേവീക്ഷേത്രത്തിലായാലും ശാർക്ക ദേവീക്ഷേത്രത്തിലായാലും ഒരുപാട് തവണ വന്നിരുന്ന് സമയം ചിലവഴിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള സമയത്തും മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അങ്ങനെയല്ല കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വന്നിരിക്കുമല്ലോ കുറച്ച് ശാന്തമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തവണ ചിറയൻകീഴ് ശാർക്ക ദേവീക്ഷേത്രത്തിലൊക്കെ വന്നിരുന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തുടക്കം തുടങ്ങുമ്പോൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഒരു പുതിയ തുടക്കം തുടങ്ങുമ്പോൾ ഇവിടെ വന്ന് അനുഗ്രഹം മേടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നു. അപ്പോൾ കുടുംബസമേതം വന്നു. ഞാൻ, എൻ്റെ ഭാര്യ അച്ചു, എൻ്റെ മോൾ അല്ലുമോള്, ഇത് നീലിക്കുട്ടിയാണ് കേട്ടോ. ഇത് ആരാധ്യ. നീലിന്ന് കൺഫേം ആയിട്ടില്ല. എല്ലാവരും നീലി എന്ന് പറയുന്ന പേരിന് എതിർപ്പ് പറയുന്നുണ്ട്. എന്നാ വേറെ പേരിടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കാണാം. നേരെ ആയഞ്ചോള ദേവീക്ഷേത്രത്തിലാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ശാർക്ക ദേവീക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയും കൊണ്ട് നമ്മൾ കൊല്ലം ലൈലാൻഡ് TVS ലൈലാൻഡ് ഷോറൂമിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് PDAക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അത് കഴിഞ്ഞ് പെർമിറ്റും കാര്യങ്ങളും കിട്ടാണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് എടുത്തുകൊണ്ട് യാത്ര തുടങ്ങും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ആയഞ്ചോള ദേവീക്ഷേത്രം വണ്ടി. ഇതിൻ്റെ മുന്നോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വണ്ടി കൊണ്ടിട്ടേക്കാണ്. ഈശ്വര, വണ്ടി വളയ്ക്കാൻ പറ്റൂല. ലോറി കൂട്ടാൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തി വാഹന പൂജയ്ക്കായിട്ട് റെസിറ്റ് എഴുതിയപ്പോൾ പോറ്റി പറഞ്ഞു ഒരു നാരങ്ങ ഒരു 10 മേടിക്കണം. അപ്പോൾ അതായത് നമ്മുടെ വണ്ടിക്ക് 5 ആക്സിൽ ഉണ്ട്. 5 ആക്സിലും ഓരോ സൈഡും ഓരോ ടയറിൽ 5 വെച്ച് വെക്കണം എന്ന് പറഞ്ഞു. ആ ടയറിൽ നാരങ്ങ വെച്ച് പൂജയൊക്കെ ചെയ്ത് ഇറക്കിക്കൊണ്ട് പോകാനുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നാരങ്ങ മേടിച്ചു. ഞായറാഴ്ച കൊണ്ട് കടയൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കിടന്ന് ഓടി ഒരു നാരങ്ങ ഇട്ടാനായിട്ട്. അല്ലുകുട്ടാ, നാരങ്ങ പിടിച്ചോ, നമുക്ക് ഇറങ്ങാം. അല്ലുകുട്ടാ, അത് അമ്മേന്റെ കൊടുത്തിട്ട് വാ. കേറി മുകളിൽ കയറിക്കോ, സീറ്റ് കയറി അപ്പുറത്ത് പോ. ഇവിടെ നിന്ന് അമ്മേന്റെ അടുത്ത് പോയി നിന്നോ കേട്ടാ. എന്ത് അല്ലുകുട്ട ഓടിപ്പോ. അടുത്ത സ്റ്റെപ്പ് പതുക്കെ കയറിക്കോ. എന്നാ ബാഹുബലിനെ പിടിച്ചോ. മഹേന്ദ്ര ബാഹുബലി. അപ്പോൾ നമ്മുടെ വാഹന പൂജ കഴിഞ്ഞു. കടയ്ക്കാവൂർ, എൻ്റെ നാടായ കടയ്ക്കാവൂർ ആയഞ്ചോള ദേവീക്ഷേത്രത്തിലാണ് വാഹന പൂജ നടത്തി ഇറങ്ങിയത്. ഇനി ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. നമ്മുടെ ചിറയൻകീഴ് ശാർക്ക ദേവീക്ഷേത്രത്തിന് കൂടെ പോകണമെന്നുണ്ട്. ഞാൻ ഇവിടെ ഒരുപാട് ഓടി നടന്ന് കളിച്ച് ഒരുപാട് സമയം ഈ അമ്പലങ്ങളിലൊക്കെ ചെലവഴിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു തുടക്കം തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ വരാതെ പോകാൻ പറ്റത്തില്ലേ. അതാണ് ആദ്യമേ തന്നെ ഇവിടെ എത്തി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അല്ലുകുട്ടാ, എങ്ങനെയുണ്ട്? സൂപ്പർ. അത് കണ്ട് മുകളിൽ മരക്കൊമ്പൊക്കെ ചാഞ്ഞ് നിൽക്കുകയല്ലേ, ഇപ്പൊ തട്ടുന്നത്. ഇതാണ് തെക്കുംഭാഗം ജംഗ്ഷൻ.
ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനുശേഷമാണ് പിന്നെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് 3-4 കിലോമീറ്റർ അപ്പുറം കടയ്ക്കാരിൽ അച്ഛൻ്റെ നാട് അവിടെ പോയത്. നമ്മൾ സാധാരണ പോകുന്നത് പണ്ടകശാലയിൽ നിന്ന് വലത്തോട്ട് കയറി ചെറിയ വഴിയാണ്. അവിടെ ഈ വണ്ടിയും കൊണ്ട് കയറിയ നാട്ടുകാരെല്ലാം കൂടെ ഇന്ന് തന്നെ എടുത്തിട്ട് അടിക്കും നമ്മളെ. അതുകൊണ്ട് നമുക്ക് വലിയ കട വഴി നേരെ ചിറയൻകീഴ് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് റെയിൽവേ പാലം കഴിഞ്ഞിട്ട് വലിയകട ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് വലത്തോട്ട് എടുത്ത് നമ്മൾ ശാർക്കര ദേവീക്ഷേത്രത്തിൽ പോവാം. ഇവിടെ പഴയ സിനിമകളിലൊക്കെ ഈ പാലം ഈ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ പ്രേംനസീർ സാറിന്റെ സിനിമകളിലൊക്കെ നോക്കിയാൽ കാണാം. ചിറയൻകീഴിലെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. പ്രേംനസീർ സാറിന്റെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ, ചിറയൻകീഴിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്. പ്രേംനസീർ സാറിന്റെ നാടാണ് ചിറയൻകീഴ്. കണക്കിന് നമ്മൾ പോകുന്ന ശാർക്കര ദേവീക്ഷേത്രത്തില് പ്രേംനസീർ സാറ് ഒരു ആനയെ നടക്കിരുത്തിയിട്ടുണ്ട് പണ്ട് കാലത്ത്. അങ്ങനെ കുറെ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉള്ള ഒരു നാടാണ് ചിറയൻകീഴ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയാന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഇവിടെ തിരിഞ്ഞാൽ പണി കിട്ടും. ആടിച്ച് മേലെ കയറ്റി വിടും. നമുക്ക് ഈ വഴി പോവുകയാണെങ്കിൽ ഒരു വണ്ടി പോവാനുള്ള 2 കാറൊക്കെ പോകാനുള്ള വഴിയേ ഉള്ളൂ. അതുവഴിയൊക്കെ ഈ വണ്ടി കൊണ്ടുപോയാൽ വലിയ വിഷയമാവും. ഇതാണ് നമ്മുടെ ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റൽ. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇതാണ് സോമുജി തിയേറ്റർ. പണ്ട് നമ്മൾ ഇവിടെ വന്നാണ് നരസിംഹം, പുലിവാൽ കല്യാണം, നരസിംഹം ഇവിടെ അല്ലേ, പുലിവാൽ കല്യാണം ഇവിടെ വെച്ചാണ് കണ്ടത്. പിന്നെ വേറെ ഒരുപാട് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ സോമുജി തിയേറ്ററിൽ. ഇതാണ് ചിറയൻകീഴ് വലിയകട ജംഗ്ഷൻ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഒറ്റ തിരിവിലങ്ങ് പോകും. നിറയെ ഉള്ളു അല്ലേ അല്ലേ കൂട്ടാ? നമ്മളെ വണ്ടി ഏത് വണ്ടിയാണല്ലേ കൂട്ടാ? ലോറി. അല്ലുവിന് ഇനി ഏത് വണ്ടി വേണം? ഭാഗ്യം, ബസ് എടുക്കാം. ഇതാണ് നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ഗേറ്റ്. അല്ലുവിന്റെ ഫേവറേറ്റ് ആണ് അല്ലേ അല്ലുക്കുട്ട? അല്ലുക്കുട്ട ഇവിടെ വന്നിട്ട് ഓടിച്ചാടി കളിക്കുന്ന സ്ഥലമാണ്. അയ്യോ, ഇതിലൊക്കെ തിരിയണമല്ലോ. തിരിയും. ഓക്കെ, നമുക്ക് അപ്പുറ സൈഡ് കൊണ്ടുപോയി അല്ലേ? അപ്പുറ സൈഡാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകേണ്ടത്. നമുക്ക് അപ്പൊ ഓക്കെ ഓക്കെ. ഇവിടെ തിരിഞ്ഞും കയറുമല്ലേ? അതും കൊള്ളാം. ആദ്യം ഇത് നോക്കിട്ടു റിവേഴ്സ് എടുക്കേണ്ടി വരും. കാർ കൊണ്ടിട്ടേക്ക് നോക്കിയാണ്. വെളിയിൽ വണ്ടി ഇട്ടിട്ട് നടന്ന് കയറി വന്നാ മതിയായിരുന്നു. ഇത് ഇപ്പൊ ശരിയായി. വാ. എന്തിനു പറിക്കുന്ന? അത് വഴക്കുറയില്ലേ? കണ്ടിട്ട് ആയിക്കുന്നു. വാ വാ. എന്ത് അല്ല നമുക്ക്
ആ കയറിക്കോ, പോവാം നമുക്ക്. ആ പൂജ എല്ലാം കഴിഞ്ഞു. പൂജ കണ്ട കോഴിനോ അത് ഒതുങ്ങിന് കോഴി പെണിക്കുമെന്ന് തോന്നുന്നു. എന്നാ ബാഹുബലി ആര് ബാഹുബലി പതുക്കെ നോക്കി കഴുത്ത്. എത്തില്ല ആ വീഴല് എത്തില്ല. ആനക്കുട്ടനെ കണ്ടോ ആടാ? ആനക്കുട്ടനെ കണ്ട? ഇതോ കിടന്ന് കുളിക്കുന്നു. കണ്ട കണ്ട തോണ്ട് 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 കണ്ട കിടക്കുന്നുണ്ട? കണ്ടില്ല അല്ലിക്കുട്ടെ, കണ്ടില്ല. കാണുന്ന കോട്ടായി. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം? നല്ല തണുപ്പാ. ഇല്ല അല്ലിക്കുട്ട, അതെ ഇനി നമുക്ക് വീട്ടിൽ പോ. കഴിഞ്ഞു. കുഞ്ഞി ചിലർക്ക് മനസ്സിലാവില്ലേ നമ്മളത്തെ വലത്തോട്ട് പിടിച്ചത് ഇടത്തോട്ടെത്തി കയറാനായിട്ടാണ്. അതാണ് വിഷയം. മിക്കവാറും ഇവിടെ നിന്ന് കയറാൻ നോക്കാം. ഓക്കെയാണ് 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 ഓക്കെയാണ്. ഇവിടെ മിക്കവാറും ഗ്യാറ്റ് അടച്ചിട്ട് ഭാഗ്യം. ഇവിടെ ഗ്യാറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൂർ കിടക്കേണ്ടി വരും. ഇവിടെ പിടിച്ചിരുന്ന ഹമ്പ് കറങ്ങാൻ പോവുകയാണ്. അയ്യോ അയ്യോ കയ്യോ എല്ലാ ഹമ്പും നമ്മൾ ബ്രേക്ക് പിടിക്കൂല. അല്ല് വേണേന്ന് കമ്പുകളെല്ലാം വരഞ്ഞു പോവുക. കേറി ഞയമ്പോട് പാതി തീരെ. കുഴപ്പമില്ല. അത് ഈ ചെറിയ റോഡ് നമ്മളിവിടെ എങ്ങനെ അധികം ഓടുന്നില്ല. ഇവിടെ ഓടാൻ വേണ്ടിയാണ് ആ കുട്ട. വരുമല്ലോ, നമുക്ക് ഹൈവേ കിടക്കയില്ലേ? ഹൈവേ കൂടെ വരും. ഇതിന് ലോഡ് നോക്കി വണ്ടി പോണടത്തേ ലോഡ് എടുക്കത്തുള്ളൂ. മാന്യതയുള്ള തല ഉള്ളിടത്തൊക്കെ കൃത്യം ഒതുക്കി തരുക. താങ്ക് യു സുഹൃത്തുക്കളെ. നോക്കി, അതാണ് ഇനി നമ്മളെ വ്യൂ. ഇത്രയും ടാസ്ക്. തല കത്തുന്നു. ഇവിടുന്ന് വലുത് പിടിച്ചു പോവാ. ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെയാണ്. ഓട്ടോക്കാരൻ കയറി പറ്റാതെ ഓക്കെയാണ്. ഓക്കെ, നമ്മള് ഇനി വിഷയമൊന്നുമില്ല. ഇനി നമുക്ക് പറക്കാം കേട്ടാ അല്ലുകുട്ട. പറക്കാനില്ല, പറക്കാന്ന്. ഇതാണ് നമ്മുടെ നാട്, ചിറയൻകീഴ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വാഹന പൂജ 2 അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് പൂജ നടത്തി. ഇനി നമ്മൾ നേരെ പോണത് കൊല്ലത്താണ്. കൊല്ലത്ത് പോണ വഴിക്ക് അല്ലും കൂട്ടുകാരും അച്ചും കുഞ്ഞുമാവയൊക്കെ വഴിയിൽ വീട്ടിലിറങ്ങും. പിന്നെ നമുക്ക് എൻ്റെ കൂടെ പോയിട്ട് വരാം. ഓക്കെ, അല്ലിക്കൂട്ടം പായസം കഴിക്കുന്ന നോക്കിയാണ്. കൊള്ളാമോ പായസം? നമ്മളവിടെ ചെന്നപ്പോൾ അമ്മാമ്മ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ തിരിച്ച് ചെക്കാളവിലാകെ എത്തിയിരിക്കുകയാണ്. ചിറയൻകീഴിൽ നിന്ന് കടയ്ക്കാൽ റൂട്ടാണ്. കടയ്ക്കാലും തൊട്ട് മുമ്പുള്ള മെയിൻ ജംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് നേരെ 5 തെങ്ങ് വർക്കലയും വലത്തോട്ട് നമ്മുടെ കടയ്ക്കാവൂര് ആലങ്കോട് ആറ്റിങ്ങൽ. ഇതാണ് എൻ്റെ നാട്. ഇവിടെയൊക്കെ തന്നെ നമ്മളെ സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ എത്തി. അതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കടയ്ക്കാവ് എന്ന് പറയുന്ന നാട്, നാട്ടിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ചെറിയൊരു നാടാണ്. പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ പോസ്റ്റ് ഓഫീസ്. നമ്മുടെ ഇവിടുന്ന് ഒരു 100 മീറ്റർ പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ വരെയാണ്. സ്കൂള്, അതിന്റെ തൊട്ടിപ്പുറത്ത് ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പഞ്ചായത്തുണ്ട്, വില്ലേജ് ഉണ്ട്. അതായത് ഈ ഒരു 100 മീറ്ററിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. പഞ്ചായത്ത്, വില്ലേജ്,
പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, അതിനൊക്കെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് വക്കത്ത്. അതായത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരം. എന്റെ വീടിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിനൊക്കെ വേറെ എന്തുണ്ട്, സഹകരണ ബാങ്ക് അല്ലേ, ഇഷ്ടമല്ല, കാനറ ബാങ്ക്, SBI, ഒരുപാട് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പിന്നെ HDFC ബാങ്ക്. നമ്മുടെ നാട്ടില് സത്യം പറയാലോ ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാം ഉണ്ട്. നമ്മളെ പോലീസ് സ്റ്റേഷൻ കണ്ട, പോലീസ് സ്റ്റേഷൻ എത്തി. നമ്മുടെ സുഹൃത്തിന്റെ ട്രാവൽസ് ആണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അടച്ചിട്ടില്ല, ഓപ്പണാണ്. അതാണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ്, 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ഇപ്പൊ ഇവിടെ +1 +2 ഒക്കെ ഉണ്ട്. SSB VHS പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കഴിഞ്ഞ ഉടനെ വില്ലേജ് ഓഫീസ്, ചെറിയൊരു ബിൽഡിംഗ്, വില്ലേജ് ഓഫീസ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷം അടുപ്പിച്ചാകുന്നു. ആദ്യമായിട്ടായിരിക്കും എൻ്റെ നാട്ടിലെ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് വക്കം വഴി വർക്കല പോവാം. എൻ്റെ ഈ ഓഡിറ്റ് ഇതിലാണ് ഞാൻ പഠിച്ചത്. ആ ഓഡിറ്റ് റൂമിലൊക്കെ ഒരുപാട് ക്ലാസ്സിൽ ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. 4B 5A 6A 7A 4B അല്ല 4A എന്ന് തോന്നുന്നു. നമ്മളെ പേര് വെച്ചൊക്കെ ഇല്ലേ അന്നൊക്കെ കൂടുതൽ ഡിവിഷനിലൊക്കെ ചേർത്ത്. അനീഷിന് ഫസ്റ്റ് തന്നെ നടക്കട്ടെ അല്ലേ. എന്താ നീലി മോളെ, നീലി മോക്ക് നല്ലൊരു പേര് വേണം. നീലി എന്ന് ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും നല്ലൊരു അഭിപ്രായം അല്ല പറയുന്നത്. ഇതെന്താ നീലി, കള്ളിയങ്കാട്ട് നീലിയാണ്. പേര് ഉറപ്പിച്ചില്ല, അതുകൊണ്ട് നമ്മള് നല്ല പേരാണ് അല്ലേ. പീലി എന്ന് ഇടുന്നുണ്ട്, നമ്മളെ കൂട്ടുകാരന്റെ മോളെ പേര് പീലി എന്നാണ്. ഇപ്പൊ ഞാൻ നീലി എന്ന് ഇട്ടൂടെ അല്ലേ. അടുത്തായിട്ട് നമ്മളെ മെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്ന മണനാക്കാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ കവലൂര് വർക്കല, നേരെ പോയ ആലങ്കോട്. ഈ റോഡ് കണ്ടോ, ഈ റോഡ് നേരെ പോയ ആറ്റിങ്ങല്. നമുക്ക് ഇടത്തോട്ട് കയറാം, പോവാനൊക്കെ പറ്റും. എന്നല്ലേ കൂട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പാണ്, സിദ്ദീഖ് അണ്ണന്റെ ഷോപ്പാണ്, മണനാക്കിൽ ഏജൻസീസ്. സിമന്റ് എന്ത് വേണോ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്താൽ ACC ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ശങ്കർ, രാംബോയ്, അൾട്രാടെക് എല്ലാ പരിപാടിയുണ്ട്. സിദ്ദീഖ് അണ്ണ വിളിച്ചാൽ മണനാക്ക് ഏജൻസീസ് നമ്മുടെ സുഹൃത്തിന്റെയാണ്. മാസ് ഓഡിറ്റോറിയം പുതുക്കി പണിയത്. വർക്കല ബീച്ച് 13 കിലോമീറ്റർ, ശിവഗിരി 10 കിലോമീറ്റർ. ഇവിടെ അച്ചാറ് കട അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെ ഏകദേശം വർഷങ്ങൾ പഴക്കമുണ്ട്. വർഷങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് തുറന്ന കാലം മുതൽ ഇവിടെ അച്ചാറ് കടയുണ്ട്. അടുത്ത നമ്മളെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് കവലൂരാണ്, കല്ലമ്പലം പോണ വഴി. ഓക്കെ, നമ്മൾ ചെറിയ ഷോർട്ട് കട്ട് അടിച്ചാണ്, നേരെ വേണമെങ്കിലും പോകാമായിരുന്നു. കവലൂര് ആയാംകുണം വഴി കല്ലമ്പലത്ത് ഇറങ്ങാം. 2 കിലോമീറ്റർ നമുക്ക് ലാഭിക്കാം. ഇതിലൊക്കെ എന്ത് ലാഭമല്ലേ ഈ വണ്ടിയിൽ. അപ്പൊ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ നേരെ വർക്കല, ചെറുനീർ വർക്കല. വലത്തോട്ട് പോയാൽ മണമ്പൂര്, ആയാങ്കോണം, കല്ലമ്പലം. നമുക്ക് വലത്തോട്ട് തിരിഞ്ഞു പോവാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇതാണ് മണമ്പൂര്. ഇപ്പോ ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ ഒറ്റൂര്, വടശ്ശേരിക്കോണം, അടുത്തൊരു വർക്കല റോഡിൽ ചെന്ന് കയറും. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ തൊപ്പിച്ചന്ത, ആലങ്കോട്. ഇവിടെ നേരെ പോയാൽ നമുക്ക് കല്ലമ്പലം. നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇതാ നമ്മുടെ ആയാങ്കോണം കല്ലമ്പലം നാഷണൽ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തന്നെ കല്ലമ്പലം, കൊല്ലം. വലത്തോട്ട് പോയാൽ ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം. അപ്പോൾ ഇപ്പൊ ഇത്ര നേരം എൻ്റെ നാട്ടിലൂടെയാണ് യാത്ര ചെയ്തത്. എൻ്റെ നാട് എല്ലാവരും പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അല്ലുകുട്ടാ എത്തി, വിശക്കുന്ന അല്ലുകുട്ടന്. അല്ലുകുട്ടൻ താളം നോക്കിയാണ്. അല്ലുകുട്ടൻ ഇരിപ്പ് നോക്കിയാണ്. അല്ലുകുട്ടൻ അതുകൊണ്ട് ജീപ്പും കാറും അല്ലുവിന് വല്ല മണ്ണും. കാറ്, ബസ്സാ. നല്ലൊരു ബസ് എടുക്കാം. അപ്പൊ അല്ലുകുട്ടാ പതുക്കെ പിടിച്ചിറങ്ങേ. ഇവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോയിന്നില്ല കേട്ടാ, ദൂരെ പോവല്ലേ. മഹേന്ദ്ര ബാഹുബലി
പതുക്കെ ഇറങ്ങ്. നീ ഫ്രണ്ടിൽ പോവാണെങ്കിൽ ഓക്കെ. ഞാൻ അടച്ചിട്ട് അത് വഴി വരാം. കണ്ടാ, ഇത് നമ്മുടെ പുതിയ ടെക്നിക്കാണ്. പാവയുടെ മുഖത്ത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി പാവാട ഊരി നമ്മള് കണ്ടാ സൂര്യകാന്തി പൂവിനെ കണക്കില്ലേ മുഖം ഇപ്പം. ആണ്ട് നോക്കാണ് വാ. ഒരു വലിയ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. വെള്ളം കുടിച്ചിട്ട് നമുക്ക് കൊല്ലത്തോട്ട് പോകണം. കൊല്ലത്ത് പോയി വണ്ടി കൊടുത്തിട്ട് തിരിച്ച് ബസ്സിൽ കയറി വരാം. ഓക്കെ. അപ്പോൾ സിദ്ദിഖണ്ണൻ നമ്മൾ കല്ലമ്പലത്ത് വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. സിദ്ദിഖണ്ണൻ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കൊല്ലം ഷോറൂമിലോട്ടാണ് പോണത്. കൊല്ലം ഷോറൂമിൽ പോയിട്ട് PDA ചെയ്യാണ്ട് കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിങ് അതൊക്കെ ഒന്ന് പറയണം. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ പറയണം. അത് തന്നെ. അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടിയും എനിക്ക് തോന്നുന്നു പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. മാരാരും എന്റെയും. നമ്മൾ പണിയാൻ പോയത് നമ്മൾ ഒരുമിച്ചാണ് ചേസും കൊണ്ട്. അതായത് നമ്മൾ ഒരുമിച്ച് വർക്ക്ഷോപ്പിൽ ഇട്ടിരുന്നു. രണ്ട് വണ്ടിയും ഒരേ കണക്കാണ് പണിതിട്ടുള്ളത്. ഒരേ വർക്ക്ഷോപ്പിലാണ് പണിതിട്ടുള്ളത്. ഒരേ വണ്ടിയാണ്. ഇരട്ടപ്പെട്ട മക്കൾ. എങ്ങനെയുണ്ട് വണ്ടിയുടെ റിവ്യൂ? എങ്ങനെയുണ്ട് വണ്ടി? വേറെ കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കയറ്റൊക്കെ കയറുമ്പോൾ ഇച്ചിരി അഡ്വാൻസ്ഡ് കയറണം. എടുത്തു കഴിഞ്ഞാൽ വലിയ പാടാണ്. വണ്ടി ഒരു ചാട്ടം ചാടും. ഓക്കെ. ബാക്കി ഗ്രീസിംഗ് എല്ലാം കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ട് മൈലേജും കാര്യങ്ങളും? എനിക്ക് 3.1 കിട്ടി. തുടക്കത്തിൽ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറും. സർവീസ് ഒക്കെ കഴിയുമ്പോൾ മാറും. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്ന് വണ്ടി ഒന്ന് ഒരുമിച്ചിടാനായിട്ട് അവിടെ കൊണ്ടുപോവാം. അപ്പൊ നമ്മുടെ മാരാർ തൊട്ടപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഒരു സ്ഥലമുള്ള സ്ഥലത്ത് വണ്ടി ഇടാം. എങ്കിലേ രണ്ട് വണ്ടി ഒരുമിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ആണ്. പണിയെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് വണ്ടിയും ഒരുമിച്ചിട്ട് ബോഡി വെട്ടി, അതായത് പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ചിട്ട് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. അണ്ണാ നീ സെയിം അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്? ഇല്ല, വ്യത്യാസമൊന്നുമില്ല. നിനക്ക് പേര് എഴുതി ഇവിടെ രണ്ട് വിട്ട് വരുമ്പോഴത്തേനും സെറ്റ് ആവും. ഓക്കെ, സെറ്റ് ആവൂലേ? സെറ്റ് ആവും. വേറെ ഒന്നുമില്ല. കാറപ്പ വാങ്ങിക്കാ. എനിക്ക് ആ ഗ്രില്ല് മാത്രം വെച്ചിട്ടില്ല. ഗ്രില്ല് വാങ്ങിച്ച് വെക്കണം. അത് കമ്പനി തരാന്ന് പറഞ്ഞു. ഹെഡ്ലൈറ്റിന്റെ തരാന്ന് പറഞ്ഞു. ഗ്രില്ല് വെക്കുക, കുറച്ച് ഭംഗി ഉണ്ടാവും. ദൂരെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അമ്പും പറഞ്ഞ് വാങ്ങിച്ച് വെക്കണോ. ഓക്കെ, അത് 2000 രൂപയാണെന്ന് തോന്നുന്നു ഒന്നിന്റെ വില. അത് കമ്പനി വണ്ടി ഇറങ്ങുമ്പോൾ കിട്ടുന്ന സാധനം. അത് തന്നില്ലെന്നുള്ള അമരം വിട്ടുപോയതാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, എന്താ പിന്നെ ഹാപ്പി ആയിട്ട് പോയിട്ട് വരും. കൊല്ലം ഷോറൂമിലോട്ട് പോയി ബാക്കി പരിപാടികൾ നോക്കാം. ഓക്കെ ശരി. അപ്പൊ ഓക്കെ, ശരി. അപ്പൊ നമ്മളെ കല്ലമ്പലത്ത് നിന്ന് നമ്മൾ കൊല്ലത്തോട്ട് യാത്ര തുടങ്ങി. ഇപ്പൊ നാവായിക്കുളം കഴിഞ്ഞു. ഇവിടെ എല്ലായിടും നല്ല രീതിക്ക് റോഡ് പണി പെട്ടെന്ന് നടക്കുന്നുണ്ട്. കണ്ട, ഇനി നമ്മുടെ ഹൈവേയുടെ രൂപം തന്നെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പണ്ട് കണ്ട കാഴ്ചകളെ ഒന്നുമല്ല. വളരെ വേഗത്തിൽ ഇനി യാത്രകൾ ചെയ്യാം. കൊല്ലമൊക്കെ പെട്ടെന്ന് എത്താം. അത്രയും നല്ല റോഡുകളാണ് വരുന്നത്. എല്ലായിടും നല്ല രീതിക്ക് പണി നടക്കുന്നുണ്ട്. ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിൽ വരുന്ന ടോൾ പ്ലാസയാണ് ഇതായി കാണുന്നത്. അപ്പൊ റോഡെല്ലാം പണി അടിപൊളിയായിട്ട് ഏകദേശം തീരാറായി. ഉടനെ തന്നെ മിക്കവാറും പിരിവ് തുടങ്ങും. പാരിപ്പള്ളിയിലാണ് നമ്മുടെ ഈ ടോള് വരുന്നത്. ഈ വശത്തു കൂടെ വരുന്നവർക്ക് ഈ സൈഡിലും ഒരുമിച്ചല്ലേ ചെയ്തേക്കുന്നുണ്ട്. ആ സൈഡിൽ അപ്പുറ സൈഡ്, അതാകുമ്പോൾ കുറച്ചുകൂടെ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളിപ്പോ ഒറ്റ ലൈനാണെങ്കിലേ ഭയങ്കര തിരക്കുമായതിന്, സ്ഥലവും വളരെ കുറവായതിന്. ഇപ്പൊ അവിടെ ഒരു 6 വരി ചെയ്തിട്ടുണ്ട്. ഇവിടെയും കണ്ട ഒരു 6 വരി കൂടെ വണ്ടി പോകാനുള്ള ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രം ചെറിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അത് വീതി കൂട്ടി എടുത്തിട്ടുണ്ട്. ആ സൈഡിൽ ടോള് പിരിക്കാനായിട്ട്. അതാകുമ്പോൾ തിരക്ക് കുറയ്ക്കാം, ട്രാഫിക് ജാം കുറയ്ക്കാം, പൈസ പിരിക്കാനുള്ള ഓരോരോ ഐഡിയകൾ. ഇവിടെ നിന്ന് ഇനി ഒരു 5-6 കിലോമീറ്ററും കൂടെ ഉള്ളു നമ്മുടെ രണ്ടാംകുറ്റി TVS ഷോറൂമിലോട്ട്. ഇന്നത്തെ തിരക്കൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഈശ്വര, ആദ്യം ഇട സൈഡ് ഒതുക്കിയിട്ടെ ഗേറ്റ് തുറന്നിട്ടേക്കുന്നത് നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ ആ വണ്ടി ഒന്ന് കയറിയുണ്ട. ബസ് അതിനകത്തോട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇട സൈഡ് ഒതുക്കി വണ്ടി നോക്കിയിട്ട് കയറ്റാം. ഓക്കെ.
എണ്ണം കണ്ട് പിന്നെ കുറച്ച് വണ്ടിയൊക്കെ കയറ്റി വിടാം. വണ്ടി അങ്ങ് അകത്തോട്ട് കയറ്റാം. ഇത്ര പരിപാടിയേ ഉള്ളു. എൻ്റെ വണ്ടി കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള TVS അശോക് ലൈലാൻഡ് ഷോറൂമിൽ കൊടുത്തിട്ട് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.